ഹലോ ഗായ്സ്, ഇൻട്രോ പറഞ്ഞില്ല ഇതുവരെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ഈ വീഡിയോയില് എല്ലാം സീമന്തമിന്റെ പ്രിപ്പറേഷൻ കാണിക്കാം. But Seemantha will be Sunday, right? Before that, so many preparation is required, guys. We need to do all those. So that preparation. So ഇതിപ്പം ഞങ്ങൾ ഒരു കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സാരി മേടിക്കാൻ, അതായത് സാരി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാരി എല്ലാവരും കണ്ടിട്ട് പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, they are saying it became too simple for Seemantha. അതുകൊണ്ടല്ലേ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട്, but ഭയങ്കര സിമ്പിൾ ആയി പോയി. അപ്പം I did paint also. അതാണ് കോമഡി. ആ സാരിക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൗസിൽ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ബട്ട് സ്റ്റിൽ എല്ലാവരും പറഞ്ഞത് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി, കുറച്ചുകൂടെ നല്ലത് മേടിക്കായിരുന്നു എന്ന് പറഞ്ഞു. After baby is born, some other functions I will definitely wear that. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഈ സാരിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ധർമ്മവരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ധർമ്മവരത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിക്ക് ഫേമസ് ആണ്, അത് പട്ടു സാരിക്ക് ഫേമസ് ആണ് ധർമ്മവരം എന്ന് പറയുന്നത്. സോ നമ്മുടെ കസിൻ തന്നെയാണ്. നമ്മളവിടെ പോയി സാരിയും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പം ആദ്യം ഇവിടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ. അപ്പം അരിസലു എന്ന് പറയുന്ന ഒരു സ്വീറ്റാണ്. നമ്മുടെ നാട്ടിൽ എന്താണ് പറയുന്നത്, നെയ്യപ്പം ഇല്ലേ, നെയ്യപ്പം പോലെ ഇരിക്കുന്ന ഒരു തിന്നായിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എനിക്കറിയാം అరిసెలు, అవి ఉన్నియప్పం టైప్, సేమ్ లైక్ ఉన్నియప్పం, నెయ్యప్పం టైప్, లైట్ కనిపిస్తుంది. അരിപ്പൊടിയും ശർക്കരയും ഏലക്കയും ഗീയും, അത്രേ ഉള്ളൂ. കോക്കനട്ട് ഓൾസോ വി കൻ കീപ്, ഗ്രേറ്റഡ് കോക്കനട്ട്. മറ്റേ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയും ഉണ്ടല്ലോ പരിപാടി എന്തോ. Everyone is saying this became so simple, so I need to extend some more design here and here. For hands it became so simple. ഹാൻഡ്സ് കാണിച്ചിട്ടില്ല, ഹാൻഡ്സിൻ ഇത് കണ്ടോ, ഹാൻഡ്സിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഇത്. Not nice. It is nice only. Became too simple. Everyone is saying became too simple. So I'll try to do something else. I'll add some more. What will add in that? I need to think. Three hands. Need to think and add some more design here and here. I was thinking for hands I will do, I will extend feathers. Feather. This are what is this? Maipili. Feather only, right? Feather only. Peacock feather. Peacock feather. Two more down also I'll add, and here also I'll add. Then it will fill, no? Yes. But one more twist is there. Maybe saree might change. Everyone. Then what you will do? Everyone is saying this is so simple for Seemantham. You should be like full. Show saree. Which saree selected with this? Like this. Full saree should be like this. Everyone is expecting. Design. With a full design. Now you show. ഇപ്പോഴത്തെ സാരി കാണിച്ചു കൊടുത്തേ. I don't have this type of saree. That's the reason I actually took this. ഇതാണ് കേട്ടോ ഇപ്പം സെലക്ട് ചെയ്തേക്കുന്ന സാരി. ഇതാണ് ഭയങ്കര സിമ്പിൾ ആയി പോയെന്നാണ് എല്ലാവരും പറയുന്നത്. Simple it seems so. But I will wear two sarees. First I will wear one saree. Then I need to remove. How many sarees? For two sarees. കല്യാണമാണോ? Allah, it is like that only. First I will wear one saree, then they will give one more. My mom will give one more saree in that plate. Then I need to change to that saree. So that will be main saree. So this one also you will wear. I'm thinking this one I will wear then first. Or else that will be waste, right? It won't be waste. I will wear. അപ്പം അത്ര ഡിസൈൻ ഒക്കെ ചെയ്ത് വേസ്റ്റ് ആവില്ലേ? Waste. That's why I'm saying first I will wear this. Next I will wear another one. That we need to go and buy. അതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അരിപ്പൊടിയും ജാഗരിയും ഏലക്കയും നെയ്യും അത് അരിപ്പൊടി ഇട്ട് അതിൻ്റെ തിക്നെസ് കൂട്ടി കൊണ്ടുവരുന്നുണ്ടാവും. ഫ്രൈ ചെയ്യാൻ. ഇത് അതിന് ശേഷം ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇതെല്ലാം നമുക്ക് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പ് ആണ്. Need to deep fry in oil. Same neyyapam type. Okay. Where we are going now? We're going to buy saree.
ആ സാരി നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇനി ധർമ്മവരം പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആർക്കും ആ സാരി കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം വേറൊരു സാരി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ധർമ്മവരം പോവാണ്. ഞാനും സുപ്രിയയുടെ അമ്മയും കൂടെ ആണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ധർമ്മവരം പോവാണ്. ആ സാരി ബൈ മീൻസ് മേടിക്കാൻ പോവാണ്. അത് നമ്മളുടെ എൻ്റെ പിന്നീട് ഷോപ്പാണ്. സോ പിന്നി മീൻസ് മൈ മോംസ് സിസ്റ്റർ, യംഗർ സിസ്റ്റർ. എൻ്റെ പിന്നിന് പരിചയപ്പെടുത്താം. എൻ്റെ പിന്നി ഭയങ്കര ആക്റ്റീവാണ്, ഫുൾ ആക്റ്റീവ്, ഫുൾ ഹൈപ്പർ ആക്റ്റീവ്. വിൽ ഇൻട്രൊഡ്യൂസ് ഹർ ഓൾസോ. ഷീ വിൽ ടോക്ക് ഇൻ തെലുഗു. ഈ റോഡ് കണ്ടോ ഗൈസ്, അടിപൊളിയാണ്. ഓൺലി ഫോർ സം ടൈം. ആ കുറച്ച് ദൂരം ഇങ്ങനെ നല്ലതാണ്, നല്ല റോഡാണ്. ഹായ് വണക്കം. ഇത് തിയേറ്റർ ആണ് കേട്ടോ ഗൈസ്, ഇത് തിയേറ്റർ ആണ്. ആരുടെ തിയേറ്റർ? ഓണർ തിയേറ്റർ ഓണറായി പോണേ. സോ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം ഷോപ്പാണ്. ആ ഡിസൈൻ ഒന്നും കാണിച്ചു തരത്തില്ല, കാരണം ഡിസൈൻ പുറത്തു പോകുന്ന പറഞ്ഞിട്ട് ഡിസൈൻ കാണിച്ചു തരത്തില്ല കേട്ടോ. ഫൈനൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരെണ്ണം കാണിച്ചു തരും. ഇതുപോലെ തന്നെ അകത്തും കുറേ റാക്സ് ഉണ്ട്. ഈ റൂമിൽ ഇവിടെ ഫുള്ള് സാരീസ് ആണുള്ളത്. സെലക്ട് വൺ. ഇതാണ് കേട്ടോ ഫൈനലായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതുണ്ടോ, കൊള്ളാം അല്ലേ? ബ്ലൗസ് ഏത് കളറാ? വൈറ്റാ? ഹാഫ് വൈറ്റ് വരും അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ സീമന്തത്തിന്റെ ബ്ലൗസ്, സാരി. കേരള കോമ്പിനേഷനാ? ഓക്കെ. മറ്റേ പട്ട് സാരിയാ? పట్టు సారీ రెడ్ వేస్తారు ఇది ఆఫ్ వైట్ కదా ఎక్కువ అక్కడ. నీకు నచ్చింటేనే సూపర్ గా ఉంటుంది. నచ్చింది ఇది కూడా నాకు. ఈ కలర్ నచ్చిందా? నచ్చింది. ఇది నచ్చింది. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, ഇപ്പം ഇതാണ് കേട്ടോ അവരുടെ ബിൽഡിങ്. ഇതിൽ തന്നെ എന്താണ് തിയേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒരു ബാങ്ക്. അതായത് നാല് തിയേറ്ററാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇവിടെ ഓടുന്നു. പക്ഷേ ഇവിടെ മലയാളം മൂവീസ് ഒന്നും വരാറില്ല. ഇവിടെ വരുന്നത് മൊത്തം ഹിന്ദിയും തെലുഗു മൂവീസാണ്, കൂടുതലും തെലുഗു മൂവീസാണ്. ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയാണ്? ഇത് എന്ത് തെലുഗു വായിക്കാൻ അറിയത്തില്ല കേട്ടോ. അത് തമിഴ് മൂവിയാണ്, അത് ഡബ്ബിങ്ങിൽ തെലുഗു ആണ് കേട്ടോ ആ കാണുന്നത്. ബാക്കിയെല്ലാം തെലുഗു മൂവീസാണ്. ഇപ്പോൾ ഇറങ്ങിയ തെലുഗു മൂവീസ് എല്ലാം ഉണ്ട്. സോ അങ്ങനെ നമ്മൾ എന്താണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ചാച്ചിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ധർമ്മവരത്ത് തന്നെയാണ് ചാച്ചിയുടെ വീട്. പുട്ടപർത്തിൽ നിന്ന് 37 കിലോമീറ്റർ, കറക്റ്റ് 37 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ അവിടുത്തെ സാരികളുണ്ടല്ലോ, സാരി ഹോൾസെയിലാണ് അവർ വിൽക്കുക. വലിയ വലിയ ഷോപ്സ്, നമ്മുടെ കല്യാൺ സിൽക്സ് അതുപോലുള്ള വലിയ വലിയ ഷോപ്സുകളില്ലേ, അതുപോലെ ഷോപ്സുകളിലാണ് അവർ ബേസിക്കലി അത് വിൽക്കാറ്. ഇപ്പം ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഏതോ ഒരു ഷോപ്പിൽ 300 സാരി, ഇപ്പം പട്ട് സാരി പുള്ളി ഇപ്പോൾ വിറ്റിട്ടിരിക്കുകയാണ്. 300 ഹോൾസെയിൽ. പിന്നെ അവിടുന്ന് ബ്ലൗസിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് വീട്ടിലകത്തോട്ട് പോവാം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇതെൻ്റെ പിന്നീട് വീടാണ്. പിന്നീട് വീടാണ്. ബെഡ്റൂം. ഹൗസ് ടൂറാണോ? Five bedrooms are there. 5 people are there. 5 families. Allah. It's like joint family, that's why. കൃഷ്ണനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുട്ടപർത്തിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നു കേട്ടോ. ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. ഇവിടെയും കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അത് 2 videos we will show, right? ഇപ്പം ഇത് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും. പ്രിപ്പറേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് 2 വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഒന്ന് പിന്നെ ബുധനാഴ്ച ഇടും, വെള്ളിയാഴ്ച ഇടും. അങ്ങനെയാണ് നോർമലി നമ്മൾ 2 വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഈ 2 വീഡിയോയിലും മെയിൻലി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതും കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് സീമന്തം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ ഇടുന്നത് ബുധനാഴ്ച ആയിരിക്കും ആ വ്ളോഗ് ഇടുന്നത്, സീമന്തത്തിൻ്റെ വ്ളോഗ്. സോ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് എന്താ കഴിക്കാൻ?
breakfast and lunch. We on that day you show. Why you are saying no? ഓ വ്ളോഗ് മൈൻഡൊക്കെ ആയേട്ടാ. പിന്നെന്താണ് വേറെ? ഓൾറെഡി എല്ലാം ബുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോരുത്തർ വന്ന് തുടങ്ങും. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ കുറേ കുക്ക് ചെയ്ത് വെക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്, സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള For Srimantham, we keep all varieties of sweets and snacks. They will keep in plates. So those preparation will start. എവിടെ പോവാ? നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഫോർ ശ്രീമന്തം. നമ്മൾ ഇപ്പൊ പോയി അവർ താമസം നോക്കണം. I don't know how to say. We booked one villa, guys. So we are going to check that villa, how it is. ഹൈദരാബാദിൽ നിന്ന് യാക്കിയും വരുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രവീൺ എന്ന് പറഞ്ഞ്. പ്രവീണും ഫാമിലിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇവിടെ ഒരു ഫ്ലാറ്റ്, ഒരു വില്ല നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നോക്കിയിട്ട് നമ്മൾ ബുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ജസ്റ്റ് പോവാണ് കേട്ടോ. അതാണ് ഗൈസ്, അതാണ് പ്രശ്നം. ഇതാണ് ഒരു വില്ല നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. കൊള്ളാം ഗൈസ്, ഇത് നല്ലൊരു വില്ലയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു 3 ഫാമിലിയിലേക്ക് 2 പേർക്ക് വീതം ഒരു റൂമിൽ 2-3 പേർക്ക് കിടക്കാൻ പറ്റും ബെഡിൽ. ഇനി 1 more ഉണ്ട്. ഇത് നമ്മുടെ യാക്കിയും പ്രവീണിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. സോ നമ്മളപ്പം 2 വീടും പോയി നോക്കിയിട്ട് വന്നു കേട്ടോ. വീട്ടിലെത്തി. എന്തുകൊടുക്കുവാ? തീറ്റ തുടങ്ങിയല്ലോ. ബേൽപൂരി നമ്മളന്ന് ആ പാർക്കിൽ പോയപ്പം മേടിച്ചില്ലേ, ആ സെയിം സാധനം തന്നെ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത വ്ളോഗിൽ കാണിക്കല്ലേ. അതെല്ലാം കൂടെ വലിച്ചു വാരി നാലമ്പായി പോകും. അതുകൊണ്ട് ഇനിയുള്ള അപ്ഡേറ്റ്സ് ഇനിയുള്ള ഈ വെള്ളിയാഴ്ച അല്ല ബുധൻ, നാളെയും മറ്റന്നാളിലും ഉള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ അതിനടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. അതായത് വെള്ളിയാഴ്ച ഇനി അടുത്ത വ്ളോഗ് വെള്ളിയാഴ്ച അല്ലേ വരുന്നത്. അപ്പം വെള്ളിയാഴ്ച കാണിച്ചു തരാം കേട്ടോ. സോ നമുക്കിതങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പം നമ്മുടെ ഈ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മൾ ഇനിയും ഒരുപാട് വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിനി അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.